എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 3 കൂട്ടം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം മുരിങ്ങയിലയും പരിപ്പും കൂടിയുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് സാമ്പാർ പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇതുപോലെ 2-3 വെള്ളം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി ഇതേപോലെ കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുക്കറിലെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടന്നോട്ടെ. ഇനി നമുക്കിത് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത കടുകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ മസാലകളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചേർത്ത് കൊടുത്ത തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചേർത്ത് കൊടുത്ത മസാലയും തക്കാളിയും എല്ലാം പരിപ്പിൽ നല്ലതുപോലെ ഇതാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും പരിപ്പ് വെന്തതിന്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില അതിൽ കിടന്ന് വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യും കൂടിയാണ്. അപ്പം നെയ്യ് വീണ്ടും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. 1 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ അടുത്തത് തേങ്ങ വറുത്തരച്ച് വെച്ച മുട്ടക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 മുറി തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ചിരകിയതിലേക്ക് 4-5 ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്രയും നേരം വറുത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മൂത്ത് കിട്ടണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കറി വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി മിക്സിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കേണ്ടത്. ഇത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കറി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കറിയാണ്. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇത് മൂടി വെച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഉടച്ചൊഴിക്കുമ്പോൾ പതുക്കെ താഴ്ത്തി ഉടച്ചൊഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട സ്പ്ലിറ്റായി പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഉടനെ സ്പൂണിട്ട് ഇളക്കരുത്. പിന്നീട് ഇതേപോലെ മൂടി വെച്ച് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് മുട്ട വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അടിവശം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ മുട്ട വെന്ത് കിട്ടുന്ന സമയം മാത്രം കറി അടുപ്പിലിട്ടിരുന്നാൽ മതി. അപ്പോൾ അതാ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരച്ച ഈ മുട്ടപ്പുളി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ്. ഇനി ഇത് നമുക്ക് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാം. അപ്പോൾ വ്യത്യസ്തമായി ഈ ഒരു മുട്ടപ്പുളി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം കുറച്ചധികം നേരം ഇട്ട് നല്ലതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് പുരട്ട് നന്നായിട്ടൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി മസാല കുറച്ചധികം സമയം എണ്ണയിലിട്ട് നമുക്ക് വഴറ്റി കൊടുക്കേണ്ടി വരും. ഇതുപോലെ നന്നായിട്ടൊരു ഡാർക്ക് കളറാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് മസാലയ്ക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇതുപോലെ വെന്ത് വരുമ്പോൾ സ്പാച്ചില വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നന്നായിരിക്കും. തക്കാളി ഇതുപോലെ നന്നായിട്ട് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള മസാലയാണ് ഈ തയ്യാറാക്കുന്നത്. ഇനി ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടാൻ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം.
മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ആവി വരും. വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം കൂടി ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിന് വേകാൻ ആവശ്യമുള്ള ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം തിളച്ച് വരുമ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേഗമാകുമ്പോഴേക്കും മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വരാനുള്ള സമയമായി. ഈ സമയമാകുമ്പോഴേക്കും മൂടി അങ്ങ് മാറ്റാം. ഇനി ഇതിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഇളക്കൽ മാത്രമാണ് ജോലി. നന്നായിട്ട് ഇളക്കി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയമെല്ലാം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടിട്ട് വേണം ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇനി നന്നായിട്ടൊരു ഡാർക്ക് കളറാകുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് മസാലയും ഉരുളക്കിഴങ്ങും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഫ്ലെയിം മീഡിയത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഐറ്റം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും കൂടിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയെല്ലാം നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ പുറം വശമൊക്കെ മൊരിഞ്ഞ് നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രത്തോളം ഡാർക്ക് ആക്കണോ അത്രത്തോളം അടുപ്പിലിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ഇത് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ഇത് മൊരിയിച്ചെടുക്കണമോ അത്രത്തോളം ഇട്ട് ഇളക്കി കൊടുക്കാം. ചോറിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ 3 റെസിപ്പികളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.